ആരോമലച്ചാമി 2011 സൗമ്യ എന്ന പെൺകുട്ടീനെ ട്രെയിനിൽ വെച്ച് മൃഗീയമായി പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞ നാറി. ഇവൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ റോഡിലൂടെ കൂളായിട്ട് നടന്നു പോകുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവന് പിടിക്കപ്പെട്ടപ്പോൾ ഇവൻ കൈകൊണ്ട് കുറച്ച് ചേഷ്ടകൾ കാണിക്കുന്നുണ്ടായിരുന്നു. അത് മീഡിയാസിനെതിരെ കാണിക്കുന്ന ചേഷ്ടകളല്ല, നിയമത്തിനെതിരെയും ഇവിടെയുള്ള ജനങ്ങൾക്കെതിരെയും. പുല്ലാണ് എനിക്ക് നിയമം, പുല്ലാണ് ഇവിടുത്തെ ജനങ്ങൾ. തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഇടം സുരക്ഷിതമാണെന്ന് അവൻ അറിയിക്കുക തന്നെയാണ് ചെയ്തിരുന്നത്. എന്തിനാണ് ഇവനെപ്പോലെയുള്ള മനുഷ്യനൊക്കെ നിയമം ഊട്ടി വളർത്തുന്നത്? എന്തിനാണ്? കൊന്നു കളഞ്ഞൂടെ? നാട്ടിനോ വീട്ടിനോ യാതൊരു ഉപകാരം ഇല്ലാത്തവൻ. നിയമം എന്ന് പറഞ്ഞാൽ മുട്ട് വിറയ്ക്കുന്ന നിയമം വരണം. ഇനിയൊരു തെറ്റ് ചെയ്യാൻ തൻ്റെ തലയോ കാലോ കയ്യോ ഉണ്ടാവരുത്. അങ്ങനെയുള്ള നിയമം വരുമ്പോണ്ടല്ലോ ഇവന്മാരെ പോലുള്ളവർ ഇത്ര കൂളായിട്ട് ഈ സമൂഹത്തിലൂടെ നടന്നു പോകത്തു പോലും ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ മരിച്ചുപോയ വിസ്മയ, ഭർത്തൃ വീട്ടിലെ പീഡനം സഹിക്കാൻ പറ്റാതെ മരിച്ചുപോയ വിസ്മയുടെ ഹസ്ബൻഡ് എന്നൊന്നും അവനെ പറയാൻ പറ്റത്തില്ല. ആ കിരൺ കുമാർ എന്ന് പറഞ്ഞ അയാളൊക്കെ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്, പുറത്തിറങ്ങിയിരിക്കുകയാണ്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും ഇവനൊക്കെ വീണ്ടും MVDയിൽ ജോയിൻ ചെയ്തു എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ.